അയോധ്യ ക്ഷേത്രം, അക്ഷർധാം, ലോട്ടസ് ടെമ്പിൾ ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഉത്തർപ്രദേശിലാണുള്ളത് അല്ലേ? എന്നാൽ അതിബൃഹത്തായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഭീമാകാരമായ ക്ഷേത്രം എത്ര പേർക്കറിയാം? അതെ, ഇതാണ് ഗോവിന്ദ് ദേവ് ജി ക്ഷേത്രം. വൃന്ദാവനത്തിൽ സ്ഥിതി ചെയ്യുന്നു. 1590-ൽ അന്നത്തെ രാജാവായ മാൻസിംഗ് ആയിരുന്നു ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. പുറത്തെ ആർക്കിടെക്ചർ അതിശയിപ്പിക്കുന്നതാണ്. അതിനേക്കാൾ മനോഹരമാണ് ഉള്ളിലെ ഉയരത്തിലുള്ള ഡോം ഷേപ്പിലെ സീലിംഗും അതിലെ താമരയുടെ കൊത്തുപണിയും വളരെയധികം ആകർഷകമാണ്. പൂർണ്ണമായ റെഡ് സാൻഡ് സ്റ്റോണിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി കൃഷ്ണനാണ്. ഞാൻ നല്ല ചൂട് സമയത്ത് പോയതുകൊണ്ട് എൻ്റെ കിളി പോയി. പക്ഷേ അകത്ത് കയറിയാൽ പെട്ടെന്ന് കൂളാകും. അത്രയ്ക്ക് തണുപ്പാണ് ഉള്ളിൽ. ഏറ്റവും നല്ല വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് വിൻ്റർ സീസണാണ്. ഒക്ടോബർ മാസത്തിൽ ഇവിടെ തണുപ്പ് തുടങ്ങും. പണി പൂർത്തിയായപ്പോൾ 7 നിലകളുണ്ടായിരുന്ന ഈ പടുകൂറ്റൻ ക്ഷേത്രത്തിൻ്റെ 4 നിലകൾ മുഗൾ രാജവംശ കാലഘട്ടത്തിലെ 6-മനായ ഔറംഗസീബ് തകർത്ത് കളഞ്ഞു. ഇപ്പോൾ വെറും 3 നിലകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ മൂലവിഗ്രഹം ജയ്പൂരിലേക്ക് മാറ്റാൻ ഭക്തരെ പ്രേരിപ്പിച്ചു. ശേഷിക്കുന്ന നിർമ്മിതി ഇപ്പോഴും ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നു. ദിവസവും രാവിലെ 5 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെയുമാണ് ദർശന സമയം. യമുനാ നദിക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള വൃന്ദാവൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോ ലഭിക്കുന്നതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് ചുറ്റും നിരവധി കുരങ്ങന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. വൃന്ദാവനത്തിൽ പോകുന്നവർ ഈ ക്ഷേത്രം ഒട്ടും മിസ്സാക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. രാധേ കൃഷ്ണ.